ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ പുതിയ ചിത്രം ഒരു കട്ടിൽ ഒരു മുറി ബുധനാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ NCV ചാനൽ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന വിക്രമന്റെ ഓർമ്മകൾ കൂടി ബലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സ്വപ്നം പൂവണിയുന്നത്. വിക്രമാദിത്യൻ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിക്രമന്റെ ഓർമ്മ ദിനത്തിൽ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പേരിൽ സിനിമ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിക്രമൻ സൗഹൃദ കൂട്ടായ്മയുടെയും ഒരു നാടിന്റെയും സ്വപ്നം കൂടിയാണ് ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. വിക്രമന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സൗഹൃദ കൂട്ടായ്മ ഒരു പ്രഖ്യാപനം നടത്തി. വിക്രമാദിത്യൻ ഫിലിംസ് ആരംഭിക്കുമെന്നും സിനിമ നിർമ്മിക്കുമെന്നും അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. തൊട്ടപ്പന് ശേഷം ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു ചടങ്ങ് ഇവിടെ നടന്നപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ എല്ലാമായ വിക്രമൻ്റെ പേരിൽ വിക്രമാദിത്യൻ എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ഒരു സിനിമ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോൾ വളരെ 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 സന്തോഷത്തോടു കൂടി പറയട്ടെ, ഈ വേദിയിലും ഇതിലും നല്ലൊരു വേദി ഇത് പറയാനില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതായത് ഒക്ടോബർ 4-ാം തീയതി ആ സ്വപ്നം നടക്കുകയാണ്, ആ സിനിമ റിലീസാവുകയാണ്. ഒരു കട്ടിൽ ഒരു മുറി. NCV ചാനൽ പ്രോഗ്രാം ഡയറക്ടറായിരുന്ന വിക്രമൻ ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത്. അതോടെ അദ്ദേഹത്തിന്റെ വലിയൊരു സൗഹൃദ ലോകം വിക്രമന്റെ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് വിക്രമാദിത്യൻ ഫിലിംസ് ആരംഭിച്ചു. ആ ബാനറിൽ ഷാനവാസ് തന്റെ പുതിയ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ വര മാറി ഓടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങും, ഞാൻ കുടുങ്ങിയ നിങ്ങളും കുടുങ്ങും. വിക്രമാദിത്യൻ ഫിലിംസിന്റെയും സപ്തതരം ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ബാനറിൽ സമീർ ചെമ്പയിൽ, രഘുനാഥ് പാലേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത്ത്, ഹക്കീം ഷാ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രഘുനാഥ് പാലേരി എന്ന എഴുത്തുകാരന്റെ മടങ്ങിവരവ് കൂടിയാണ് ഈ ചിത്രം. ഇടവേളയ്ക്ക് ശേഷമാണ് പൂർണിമ ഇന്ദ്രജിത്ത് വെള്ളിത്തിരയിലെത്തുന്നത്. നഗരത്തിലേക്ക് അവിചാരിതമായി എത്തിച്ചേർന്ന രണ്ട് കഥാപാത്രങ്ങളുടെ കഥയാണ് ഒരു കട്ടിൽ ഒരു മുറി. ഞങ്ങൾ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓഡിയൻസ് ആണ്. അപ്പൊ ആ ഓഡിയൻസ് ഈ സിനിമ കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കാണല് ഞങ്ങളെപ്പോലത്തെ സിനിമയില് പുതിയ തരത്തിലൊക്കെ പുതിയ ആളുകളൊക്കെ കണ്ടെത്തി സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫിലിം മേക്കേഴ്സിന് അത് വലിയൊരു അനുഭവം അല്ലെങ്കിൽ കരുത്ത് നൽകും. കാരണം സിനിമ എപ്പോഴും നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ സിനിമയുടെ ബിസിനസ് ആരാ നായകൻ, അതിന്റെ കച്ചവടം പ്രീ ബിസിനസ് സംസാരിക്കും ആരാ നായകൻ, ഒരു OTT ചാനലിന്റെ മുന്നിൽ ആരാ നായകൻ, സാറ്റലൈറ്റിന്റെ മുന്നിൽ ആരാ നായകൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കണ്ടന്റിലാണ്. അപ്പൊ കണ്ടന്റിൽ വിശ്വസിക്കുന്ന മലയാളി ഓഡിയൻസിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക, സിനിമ കാണുക. ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അരക്ഷിതത്വവും ഏകാന്തതയും അത് അവരിലുണ്ടാക്കുന്ന പക്വമായ വൈകാരിക തലങ്ങളുമാണ് ചിത്രത്തിൽ കാണാനാവുക. ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കഥ പറയുന്നത്. ഷമ്മി തിലകൻ, വിജയരാഘവൻ, ജാഫർ ഇടുക്കി, രഘുനാഥ് പാലേരി, ജനാർദ്ദനൻ, ഗണപതി, സ്വാതിദാസ് പ്രഭു, പ്രശാന്ത് മുരളി തുടങ്ങി അഭിനേതാക്കളുടെ നീണ്ട നിര തന്നെ ചിത്രത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് NCV.